എടാ പട്ടാവടെ, നീ മുൻപ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നില്ലേ? സൈമൺ ബ്രിട്ടോ സഖാവിനെ പരിചയപ്പെടണമെന്ന്. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുണ്ട്. ഓക്കെ ആയാ നീ രക്ഷപ്പെട്ടു. പറയൂ ബ്രോ. വിളിച്ചിട്ട് കിട്ടിയില്ല. സഖാവിനെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. സഖാവ് സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. അഭി, അനാമിക അഭി തിരക്കിലാണോ? എന്തേ? നിങ്ങൾ സംസാരിക്കും. നീ ക്യാൻറ്റീനിലേക്ക് വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാവും. ശരി എന്നാ. എന്തു പറ്റി അനാമിക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ? ചിലപ്പോഴൊക്കെ അറിയാതെ തന്നെ ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മളെ ക്യാമ്പസിലെ തന്നെ ചിത്രശലഭങ്ങളാവാൻ കൊതിപ്പിക്കാറില്ലേ? ആഹാ, കൊള്ളാലോ. അനാമികയ്ക്ക് കവിത ഒഴുകി തുടങ്ങിയോ? അതോ? സത്യം പറയാലോ അഭി, ആദ്യമൊക്കെ എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. പിന്നെ പിന്നെ ചെറിയൊരു ആരാധന തോന്നി തുടങ്ങി. ഇപ്പൊ അത് വലിയൊരു ഇഷ്ടായി. എന്ന് വെച്ച കുന്തം, എനിക്ക് നിന്നെ ഇഷ്ടാന്ന്. അനാമികെ, നിന്നെ എനിക്കിഷ്ടമാണ്. ആതിരയെ എനിക്കിഷ്ടമാണ്. ഈ കോളേജിലെ എല്ലാവരും എനിക്കിഷ്ടമാണ്. ഈ ഭൂതലം മുഴുവൻ സമതയും പ്രണയവും പൂത്തു നിൽക്കുന്നത് കാണാൻ കാത്ത് കാത്ത് ആവേശത്തോടെ മുഷ്ടി ചുട്ടി മുദ്രാവാക്യം വിളിക്കാനും എനിക്കിഷ്ടമാണ്. അനാമിക, നമ്മുടെ രാപ്പകൽ സമരം തുടങ്ങാൻ പോവുകയാണ്. അനാമിക ഉണ്ടാവില്ലേ? ശരി, ഞാനിതൊന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ. എന്നിട്ട് ഉചിതമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സഖാവേ, ഹോസ്റ്റലിലെ കുട്ടികൾ മുഴുവനും നിരാഹാര സമരത്തിന് തയ്യാറാവുകയാണ്. രാപ്പകൽ സമരത്തിലൂടെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തെ ഞങ്ങൾ അനുകൂലിക്കില്ല. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഉണ്ടാക്കണം. ശരി സഖാവേ. ഹോസ്റ്റൽ പുതുക്കി പണിയാനുള്ള ഫണ്ട് അനുവദിച്ച ഫയലിൽ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാണ്. മറ്റു നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ എന്തായാലും പ്രിൻസിപ്പാളായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി സഖാവേ. എത്ര കഷ്ടപ്പെട്ടാലും സമരം വിജയിപ്പിക്കുക തന്നെ വേണം, ശരിയല്ലേ? അതിന് ഇനിയും വിദ്യാർത്ഥികളെ കൂടെ കൂട്ടണം. ഹോപ്പ്ഫുള്ളി ഇന്നൊരു തീരുമാനത്തിലെത്തണം. അഭി, ദീപ്തി, പ്രിൻസിപ്പൽ നമ്മളെ മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ട്. ഈ കോളേജിന്റെ കവാടത്തിൽ ഒരു രാപ്പകൽ സമരം നടത്തി ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. മന്ത്രി ഇടപെട്ടതുകൊണ്ട് താൽക്കാലികമായി മാത്രം ഹോസ്റ്റൽ തുറക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതറിയിക്കാനാണ് നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്. മാം, താൽക്കാലികമോ ദീർഘകാലത്തേക്കോ എന്നതിനേക്കാൾ വളരെ വലുതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഉണ്ടായിട്ടും അത് നിഷേധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സമരങ്ങൾ തന്നെയാണ് മാം അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരേ ഒരു മാർഗം. അതിനിപ്പോ പട്ടിണി കിടന്നിട്ടായാലും അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങൾക്കില്ല. ചില നിബന്ധനകൾക്ക് വിധേയമായി മാത്രമാണ് ഈ ഹോസ്റ്റൽ തുറക്കുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. നിബന്ധനയും വിധേയത്വവും ഒക്കെ അത് ആരൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി മാത്രമാക്കുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളെ ബലിയാടാക്കാൻ എളുപ്പമാണല്ലോ. മാം, ഈ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഏത് വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. സോ താങ്ക് യു മാം. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ നീക്ക്. ഞാൻ മിനിസ്റ്ററുമായി ഒന്നുകൂടി ബന്ധപ്പെടാൻ ശ്രമിക്കാം. ഓക്കെ. താൽക്കാലിക നിബന്ധനകൾക്ക് വിധേയമായി ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായിരിക്കുന്നു. എല്ലാ സഖാക്കൾക്കും ഇതിനൊരു പുതിയ പ്രശ്നം.
ഇത് ഇന്നലെ നടന്നൊരു പ്രശ്നത്തിന്റെ ബാക്കിയാണ്. ACUവിലെ പ്രസിദ്ധിയോട് ABVS ഇല്ലാതിൽ മോശമായിട്ട് എന്തോ പെരുമാറിയെന്നും പറഞ്ഞ് ഇന്നലെ ചെറുതായിട്ടുള്ളൊരു കശപിശ കഴിഞ്ഞതാ. ഇന്ന് വല്ലതും നടക്കും. രണ്ടു കൂട്ടരും അവിടെ മുട്ടായിരിക്കുക. ഈ പ്രകടനം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. ക്യാമ്പസിലെ ഞങ്ങളെ വിദ്യാർത്ഥികളെതിരെ മോശമായി പെരുമാറി ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് അവന്മാര് തമ്മിൽ അടിച്ചു തീർത്തു. നീ വെറുതെ പോയിട്ട് തല്ലായിരുന്നു വാങ്ങണ്ട. ഞാൻ SFI-കാരനാ. ഈ കോളേജിന്റെ വരാന്തയിൽ ഒരു പെൺകുട്ടി ചോരയിൽ കുറിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാനാണ് പിന്നെ ഞാൻ നീ എന്താ SFI-കാരനാടാ? വാടാ. സാക്ഷികൾ തൻ ചോരയാൽ ചെന്നിറം പകർന്നു തന്റെ മണ്ണിൽ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. എന്താണ് ഇവിടെ കാര്യം? നിങ്ങൾക്കുള്ള പിന്നെ തന്നോളാം. കുന്തവും കുറുവടിയും പിണ്ണാക്ക് പോലെ പൊട്ടി തകരുന്നവരല്ല ഞങ്ങൾ സഖാക്കൾ. കണിമംഗലത്ത് വെച്ച് ഞങ്ങളുടെ പ്രിയ സഖാവിനെ നിങ്ങൾ വെട്ടി നുറുക്കിയിട്ടും തളരാത്ത ചങ്കൂറ്റമാണത്. പട്ടാമ്പി കോളേജിന്റെ വരാന്തയിൽ വെച്ച് ഞങ്ങളുടെ സഖാവിനെ വളഞ്ഞിട്ട് കുത്തിക്കൊന്നിട്ടും ദയാ കൊടി കണ്ടോ? കൂടുതൽ കൂടുതൽ ഉയർത്തിയിട്ടേ ഉള്ളൂ. പത്തനംതിട്ട കോളേജിന്റെ വരാന്തയിൽ വെച്ച് ഞങ്ങളുടെ പ്രിയ സഖാവിനെ കുത്തിക്കൊന്നപ്പോ സാക്ഷി പറഞ്ഞാൽ നിന്നെയും കൊല്ലുമെന്ന് ഞങ്ങളുടെ പ്രിയ സഖാവ് MS-നോട് പറഞ്ഞപ്പോ കുത്തുകൊണ്ട് വീണാലും ചങ്കിലി ചോരയുള്ള കാലത്തോളം സാക്ഷി പറയുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രിയ സഖാവിനെ കാപ്പിത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന് കുത്തിക്കൊന്നവരല്ലേ നിങ്ങൾ? 88-ന്റെ പുലരി കാണിക്കില്ലെന്ന് പറഞ്ഞ് മേപ്പയൂരിന്റെ തെരുവിൽ മുഖബവും പറഞ്ഞ് നിങ്ങൾ വെട്ടിക്കൊന്ന ധീരനായ സഖാവ് ഒന്നും മറന്നതല്ല. മാറിക്കട. ചോരച്ചാലുകൾ നീന്തിക്കേറുന്ന പ്രസ്ഥാനത്തെ നിനക്കൊന്നൊരു ചുക്കം ചെയ്യാൻ പറ്റില്ല. Da da